ഇന്ന് നമ്മുടെ യങ് കപ്പിൾസ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് ഇൻഫെർട്ടിലിറ്റി എന്നുള്ളത്. ഇത് പല റീസൺസ് ഉണ്ടാവാം. ന്യൂട്രീഷ്യസ് അല്ലാത്ത ഫുഡ് കഴിക്കുന്നത് വഴി ഫീമെയിലിനാണെങ്കിലും മെയിലിനാണെങ്കിലും ഹോർമോണിലുള്ള വേരിയേഷൻസ് കൊണ്ട് ഇൻഫെർട്ടിലിറ്റി വരാറുണ്ട്. ഫുഡ് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ടൈം ആർക്കും തന്നെ കിട്ടാറില്ല. അപ്പോൾ നമ്മൾ എന്താണ് കൂടുതലും ചെയ്യുന്നത്? ഫുഡ് ഓർഡർ ചെയ്ത് വരുത്തുക. അതായത് ടേസ്റ്റി ഫുഡിലെല്ലാം ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഷുഗറിൻ്റെ അംശം കൂടുതലായിട്ടും അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ഹോർമോൺ വേരിയേഷനെ ബാധിക്കുന്നതാണ്. ഫീമെയിൽസിലാണെങ്കിൽ ഓവുലേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺസിനെ ബാധിക്കാം, മെയിൽസിലാണ് സ്പേംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിനെ ബാധിക്കാം. ആൽക്കഹോൾ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുക. റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് ആയ ബ്രെഡ്, പാസ്ത, ബിരിയാണി, റൈസ് ഇതിലെല്ലാം സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ആണ് അടങ്ങിയിരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ അബ്ഡോമൻ ഫാറ്റ് കൂട്ടുന്നതിന് ഏറ്റവും കാരണങ്ങളാണ്. കാർബോഹൈഡ്രേറ്റ് ആയ തവിടുള്ള ധാന്യങ്ങൾ കൂടുതലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. കഫിനേറ്റഡ് ഡ്രിങ്ക്സും കോഫിയും അവോയ്ഡ് ചെയ്യുക. വ്യായാമം ചെയ്യുക. ഇതുവരെ നമുക്ക് ഒരു പരിധിവരെ ഇൻഫെർട്ടിലിറ്റി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇൻഫെർട്ടിലിറ്റിയെ കുറയ്ക്കുന്ന ഫുഡിനെ പറ്റി സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുമായി സംസാരിക്കുക.